ഭാരതീയ വാസ്തുവിദ്യയും ചൈനീസ് വാസ്തുവിദ്യയും ഒത്തുചേരുന്നു ഫെങ് ഷുയി. ഫെങ് ഷുയി സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഫെങ് ഷുയി സംബന്ധിച്ച നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനെത്തിയിരിക്കുന്നത് തേജസ് ഫെങ് ഷുയി ഡയറക്ടർ ഡോക്ടർ ഷാജി കെ നായരാണ്. സ്വാഗതം സർ. സർ, കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ കുട്ടികൾ എപ്പോൾ ഉറക്കെഴുന്നേൽക്കണം, അതുപോലെ പൊതുവെ ഏതൊരു ജോലിക്കാണെങ്കിലും രാവിലെ ഉറക്കെഴുന്നേൽക്കുന്നതാണ് എപ്പോഴും ഒരു അഭിവൃദ്ധിക്ക് നല്ലതെന്നൊക്കെ സംസാരിച്ചിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ എന്തെങ്കിലും പറയാമോ? ഇതിനകത്ത് പൊതുവെ ഉദയരശ്മികൾ ശരിക്കും പറഞ്ഞാൽ വൈറ്റമിൻ ഇയുടെയൊക്കെ ഒരു കുറവ് നമ്മുടെ ശരീരത്തിൽ, സ്കിൻ ഡിസീസൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് തടയുവാൻ വേണ്ടി നമ്മൾ രാവിലെ ഉദയസൂര്യൻ്റെ പ്രകാശം നമ്മുടെ ശരീരത്തിൽ ഒത്തിരി കൊണ്ടുകഴിഞ്ഞാൽ ആ ഒരു പ്രോബ്ലം നമുക്ക് മാറ്റം ഉണ്ടാകും. അപ്പോൾ എപ്പോഴും സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ആ സൺലൈറ്റ് നമ്മുടെ ശരീരത്തിൽ കൊണ്ടുകഴിഞ്ഞാൽ വളരെ നല്ല എന്താ പറയുക, ഇനി വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ഇനി ഒരുവിധപ്പെട്ട എല്ലാവരും വെയിൽ കൊള്ളണമെങ്കിൽ സൗന്ദര്യം വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞാൽ സത്യം, സൗന്ദര്യം വർധന ഉണ്ടാവും ഉദയസൂര്യൻ്റെ രശ്മി നമ്മുടെ മുഖത്തോ ശരീരത്തോ ഒക്കെ കൊണ്ടാൽ, മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അത് ആ ഈ ഇപ്പം എന്താ പറയുക, ഈ ഉദയം എന്ന് പറയുന്ന സംഭവം നമ്മുടെ കുട്ടികൾക്ക് അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു, സത്യമാണ് അറിയില്ല. നമ്മൾ പ്രകൃതിയിൽ പോലും നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും സൂര്യൻ ഉദിക്കുന്നു, നമ്മൾ പ്രകാശം ഇനി കാണുന്നില്ല, സൂര്യൻ ഉദിക്കുന്ന സമയത്ത് പൂക്കളുടെ മുട്ടൊക്കെ വിടർന്നു വരും അല്ലേ. അപ്പോൾ അന്തരീക്ഷത്തിൽ വരുന്ന ആ ഒരു എനർജി ലെവൽ ഉദയസൂര്യൻ്റെ ആ ഒരു സമയത്തുണ്ടാകുന്ന ഒരു പോസിറ്റീവ് എഫക്റ്റ് അത് നമ്മുടെ ശരീരത്തിൽ കൊള്ളണം. അതിനാണ് രാവിലെ എണീക്കാൻ പറഞ്ഞത്. കുട്ടികളൊക്കെ രാവിലെ എണീച്ചിരുന്ന് പഠിക്കുമ്പോൾ വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള എഫക്റ്റ് കിട്ടും അവർക്ക്. പഠിക്കുമ്പോൾ അപ്പോൾ അവർ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ എത്ര വർഷം കഴിഞ്ഞാലും അവരുടെ ബ്രെയിനിനതുണ്ടാവും, അവരുടെ മനസ്സിനകത്തതുണ്ടാവും. വളരെ നല്ലൊരു പോസിറ്റീവ്. അപ്പം എപ്പോഴും രാവിലെ എണീപ്പിക്കുക. അപ്പം അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരോടും ഒന്ന് പറയിക്കുക. കാരണം നമ്മുടെ അറിവ് മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കുക, അതാണ് ശരിക്കും ചെയ്യേണ്ടത്. കുട്ടികൾ എപ്പോഴും രാവിലെ എണീച്ച് പഠിക്കുക. കാരണം മുതിർന്നവർക്കും എപ്പോഴും ഉദയത്തിന് മുന്നേ എണീപ്പിക്കുക. എണീച്ച് എക്സസൈസൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ ഒന്ന് വീട്ടിൻ്റെ പുറത്തോട്ടൊക്കെ ഇറങ്ങിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് നടക്കുക. ഇത് പലപ്പോഴും പലയിടത്തും എഴുതിയതും അങ്ങനെ ഞാൻ വായിച്ചിട്ടൊക്കെ ഉണ്ട്. എപ്പോഴാണോ കുട്ടിക്ക് പഠിക്കാനായിട്ട് അവന് സ്വയം തോന്നുന്ന സമയം, അവന് അനുയോജ്യമെന്ന് തോന്നുന്ന സമയം, അപ്പോൾ പഠിച്ചാൽ മതി, അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് ഞാൻ പലയിടത്തും വായിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതുമായിട്ട് കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ എന്ത് കാര്യവും നമ്മൾ മറ്റൊരാൾ ചെയ്യുന്നതിനെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ, മനസ്സിലാവുന്നത്. അച്ഛനും അമ്മയും പാട്ടുകാരാണെങ്കിൽ കുട്ടി അച്ഛനും അമ്മയും പാടുന്ന കേട്ട് അവൻ്റെ രാഗങ്ങളും കൊണ്ടുവന്ന് അവൻ പാടാൻ ശ്രമിക്കും അല്ലേ. അച്ഛനും അമ്മയും വീട്ടിൽ രാവിലെ ഡെയിലി അടിയുണ്ടാക്കുന്ന അച്ഛനും അമ്മയുടെ കുട്ടികൾ അങ്ങനെ ആയിരിക്കും അല്ലേ. എപ്പോഴും ഒരു കുട്ടികളാവുമ്പോൾ ഒരു ശീലം കൊടുക്കേണ്ടത് അച്ഛനും അമ്മയാണ്, മനസ്സിലാവുന്നുണ്ടോ. അത് അപ്പോഴേ ശീലിപ്പിക്കുക. നീ രാവിലെ എണീച്ചിരുന്ന് പഠിക്കൂ എന്ന് പറഞ്ഞാൽ ആ രാവിലെ എണീച്ചിരുന്ന് അവർ കൃത്യമായിട്ട് പഠിച്ചോളും, മനസ്സിലാവുന്നുണ്ടോ. അങ്ങനെ കുട്ടികളെ പഠിക്കാൻ വേണ്ടി നിങ്ങൾ എപ്പോഴും വേണോ പഠിച്ചോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടികൾ എന്തിനാണ് സ്കൂളിൽ വിടുന്നത്? അവിടെ ഒരു കൃത്യനിഷ്ഠയില്ല ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഇതിനോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. കാരണം അവർക്ക് സ്ട്രിക്റ്റായിട്ട് അവർക്ക് ഇന്ന സമയത്ത് പഠിക്കും, ആ പഠിച്ചു കഴിയുമ്പോൾ ഒരു വഴി അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലയോ. അപ്പോൾ ആ വഴിയിലൂടെ നീ ഇന്ന സമയത്ത് എണീച്ച് പഠിച്ചാൽ നിനക്ക് മനസ്സിലാവും. അവനത് പഠിക്കുമ്പോൾ അവന് മനസ്സിലാവുന്നുണ്ട്, അതവന് ലൈഫിൽ അത് ഉപയോഗം ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് രാവിലെ എണീക്കുക. രാവിലെ എണീച്ചു കഴിഞ്ഞാൽ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് നമുക്ക് കിട്ടും. പല വീടുകളിലും അത് ഇപ്പോഴും ഞാൻ പല വീടുകളിലും അത് ചെയ്യിപ്പിക്കാറുണ്ട്, പല കുട്ടികൾക്കും അത് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. സർ, അപ്പോൾ നമുക്കൊരു കത്തിലേക്ക് കിടക്കാം. ഈ കത്ത് അയച്ചേക്കുന്നത് എറണാകുളം ആലുവയിൽ നിന്ന് ശോഭ അജിത് കുമാർ എന്ന് പറയുന്ന ആളാണ്. ശോഭ പറഞ്ഞിരിക്കുന്നത് ശോഭയുടെ ഹസ്ബൻഡിന് ബാങ്കിൽ പ്രൊമോഷൻ കിട്ടുന്നില്ല. ബാങ്ക് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. അപ്പോൾ 3 വർഷമായിട്ട് പ്രൊമോഷൻ പെൻഡിങ് ആണ്. 3 വർഷമായിട്ട് അങ്ങനെ ഈ തൊഴിൽ അഭിവൃദ്ധിയാണ് അപ്പോൾ അവരുടെ പ്രധാന പ്രശ്നം. അപ്പോൾ അതിന് വീടുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ വാസ്തുവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് അറിയേണ്ടത്. അപ്പോൾ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ റെന്റഡ് ഹൗസിൽ താമസിക്കുകയാണ്. കാരണം ബാങ്ക് എംപ്ലോയി ആണ്. റെന്റഡ് ഹൗസിൽ 1.5 വർഷം ഉണ്ട്. സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ ആണ് തന്നെ. അതെ, 1.5 വർഷമായിട്ട് റെന്റഡ് ഹൗസ് ആണ്. അപ്പോൾ ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ട് ആ വീടിൻ്റെ തെക്ക് ഭാഗത്ത് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള ഇതുണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഒന്നുകിൽ തെക്ക് ഭാഗത്ത് ടോയ്ലറ്റോ സെപ്റ്റിക് ടാങ്കോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട
നല്ല ഷാർപ്പ് എഡ്ജിൽ നിന്ന് വരുന്ന നെഗറ്റീവ് എഫക്റ്റ് വീടിൻ്റെ തെക്ക് ഭാഗത്തുണ്ടാവും. തെക്ക് ഭാഗം നീറ്റ് ആൻഡ് ക്ലീൻ അല്ല എങ്കിൽ നമ്മളെടുക്കുന്ന എഫേർട്ടിനനുസരിച്ചുള്ള റിസൾട്ട് വരത്തില്ല. ഇപ്പം പുള്ളി ബാങ്കിൽ മാനേജറാണെന്ന് അല്ലേ, ബാങ്ക് മാനേജർ. അപ്പോൾ ബാങ്ക് മാനേജറായിട്ടിരിക്കുന്ന ആൾക്ക് അടുത്ത പൊസിഷനിലോട്ട് പോകാൻ 3 വർഷം കൊണ്ട് അവരിടുന്ന് കഷ്ടപ്പെടുക, പ്രൊമോഷൻ പെൻഡിങ് ആയി പോകുന്നു. അതെ, ഉറപ്പായിട്ട് ആ വീടിൻ്റെ സൗത്തിൽ പ്രോബ്ലം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതിന് പുറമെ വീടിൻ്റെ നോർത്ത് വെസ്റ്റ് കോർണറിലും നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ, വേറെ എന്തെങ്കിലും സെപ്റ്റിക് ടാങ്കിൻ്റെ ഡയറക്ഷൻ എന്തെങ്കിലും അതിനകത്ത് പറയുന്നുണ്ടോ? വേറെ എന്തെങ്കിലും ഒന്നും പറയുന്നില്ല. ഈ ഒരു മകളുണ്ട്, മകള് എഞ്ചിനീയറിംഗ് പഠനം നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ കുട്ടി ഫീസായിട്ട് നന്നായി പഠിക്കുന്നു എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് അവർക്ക് പ്രശ്നങ്ങളില്ല. ഭർത്താവിന്റെ അപ്പോൾ ഉറപ്പായിട്ട് നമ്മൾ അതിൻ്റെ സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനാണ് പറയുന്നത്, അഗ്നികോണിലോട്ടാണ് അതിൻ്റെ ഡയറക്ഷൻ വന്നിട്ടുള്ളത് വീടിൻ്റെ അല്ലേ. ടെൻഷൻ ഓവറായിരിക്കാം ചാൻസ് വളരെ കൂടുതലാണ്. അത് ടെൻഷൻ ആയതുകൊണ്ടാണല്ലോ ഇങ്ങോട്ട് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് സൗത്ത് ഭാഗം, സൗത്തിൽ ഇത് പറ്റുമെങ്കിൽ ബെഡ്റൂമിൻ്റെ സൗത്ത് ഡയറക്ഷനിൽ ഒരു ഉദയസൂര്യൻ്റെ ഒരു പിക്ചറൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞാൽ പ്രൊമോഷനൊക്കെ ഒന്ന് ഓക്കെ ആക്കി കിട്ടും. ഉദയസൂര്യൻ ഉദിച്ചു വരുന്ന അത് കിടക്കുന്ന ബെഡ്റൂമിൻ്റെ സൗത്ത് ഡയറക്ഷനിൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ ഒരു പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റും. റെൻറ്റഡ് ഹൗസ് ആണല്ലേ, അപ്പം പിന്നെ അതിനകത്ത് നമുക്ക് കളർ ചേഞ്ച് ചെയ്യാനൊന്നും പറ്റത്തില്ല. അതേപോലെ തന്നെ നോർത്ത് വെസ്റ്റ് കോർണറാണ് അവിടുത്തെ ടോയ്ലറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പം നോർത്ത് വെസ്റ്റിലും പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഗ്രഹനാഥനാണ്, ഗ്രഹനാഥൻ്റെ പ്രൊമോഷനാണ് പ്രോബ്ലം വന്നിട്ടുള്ളത്. അപ്പോൾ ആ നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ ഒരു ബ്രൈറ്റ് ലൈറ്റ്, നല്ല പവർഫുള്ളായിട്ട് കത്തുന്ന ഒരു ലൈറ്റും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ചേഞ്ച് ആയിരിക്കും അവർക്കുണ്ടാകുന്നത്. കാരണം വെച്ചാൽ പ്രൊമോഷൻ കിട്ടും. ഇത്രയും മാത്രം ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലൊരു ഇതുണ്ടാകും. ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്രയും 1963 ആണ് അല്ലേ. ഗ്രഹനാഥൻ്റെ ആണെങ്കിൽ ഇപ്പം വീടിൻ്റെ ഡയറക്ഷൻ സൗത്ത് ഈസ്റ്റ് 1963. കുഴപ്പമില്ല, പുള്ളിക്ക് സൂട്ടബിൾ ആയിട്ടുള്ള വീടാണ്. സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ, ഇത് വെൽത്ത് ഡയറക്ഷനിലോട്ടാണ് എൻ്റെ ഫേസിങ് ഉള്ളത്. വേറെ പ്രോബ്ലം ഒന്നും കാണുന്നില്ല. അപ്പോൾ ഇതായിരിക്കാം സൗത്ത് ഡയറക്ഷനിലുള്ള പ്രോബ്ലം ആയിരിക്കാം അതിൽ വന്നിട്ടുള്ളത്. ശരിക്കും ഈ പല ആൾക്കാരും ശ്രദ്ധിക്കാതെ പോകുന്നത്, നമ്മുടെ ഇപ്പോഴുള്ള കാലഘട്ടങ്ങളിലൊക്കെ ഈസ്റ്റ് ഡയറക്ഷനിലുള്ള വീട് എല്ലാവരും വയ്ക്കുമ്പോൾ അതിൻ്റെ തെക്ക് ഭാഗത്താണ് അവർ സെപ്റ്റിക് ടാങ്ക് കൊടുക്കുന്നത്. അവിടെ തന്നെ ടോയ്ലറ്റും അവർ കൊടുക്കുന്നുണ്ട്. കാരണം തെക്ക് കിഴക്കും തെക്ക് പടിഞ്ഞാറും ഇതേപോലെ ബെഡ്റൂം വരുമ്പോൾ അതിൻ്റെ സെൻട്രലിൽ നിന്നുള്ള ടോയ്ലറ്റ് അറേഞ്ച് ചെയ്ത് അവിടെ കൊടുക്കും. അങ്ങനെ താമസിക്കുന്ന വീട്ടിലെല്ലാവരും ഗ്രഹനാഥനായിരുന്നാലും ഗ്രഹനാഥയായിരുന്നാലും അല്ലെങ്കിൽ കുട്ടികളായിരുന്നാൽ പോലും അവർ പ്രതീക്ഷിക്കുന്നതിൻ്റെ അത്ര റിസൾട്ട് വരത്തില്ല. അപ്പോൾ ഞാൻ സൗത്ത് ഡയറക്ഷനെ കുറിച്ച് മുമ്പ് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഭാഗം എപ്പോഴും നീറ്റായി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രൊമോഷൻ, അവാർഡുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി നമുക്ക് കിട്ടും. കാരണം അംഗീകാരങ്ങൾ നമ്മുടെ തേടിയെത്തുമെന്നാണ് പറയുന്നത്. സൗത്ത് ഡയറക്ഷൻ, വീടിൻ്റെ സൗത്ത് എപ്പോഴും നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. കാരണം എന്താ പറയുക, നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും നമ്മൾ അതിൻ്റേതായ രീതിയിൽ എന്താ പറയുക ഒരു ചവിട്ടി താഴ്ത്തി വെച്ചേക്കുന്നതിൻ്റെ ഒരു ഇതുണ്ടാവും അല്ലേ. ഏതൊരു മനുഷ്യനായിരുന്നാലും ആ എടുക്കുന്ന ഇത് 10 പേര് അറിയാനുള്ളൊരു പ്രശസ്തി ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ആരും ഉണ്ടാവില്ല. എല്ലാവരും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ സമൂഹത്തിൽ അറിയപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഈ പല ആൾക്കാരും പറയും, എനിക്കതൊന്നും വേണ്ട, അതൊക്കെ ചുമ്മാ പറയുന്നതാണ്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ 10 പേര് അറിയപ്പെടണം എന്ന് പറയുന്ന ആൾക്കാരാണുള്ളത്. അപ്പോൾ അങ്ങനെ ഉള്ളതിന് ഈ വീടിൻ്റെ സൗത്ത് ഭാഗം വളരെ ശ്രദ്ധിക്കുക. കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുവാനോ അതിനെക്കുറിച്ച് ചോദിക്കാനോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷൻ ഉൾപ്പെടെ വിളിക്കുക. നമസ്കാരം.